നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്ന അദ്കാറുകളും അവകൾക്കുള്ളായ ഒരു അദ്കാർ പുസ്തകം അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റുന്നത് നമ്മൾ പലതും പലപ്പോഴും പല രൂപത്തിലായിട്ടാണ് ഉണ്ടായിരിക്കുക. അതൊക്കെ ഒറ്റ പേജിലേക്ക് കൊണ്ടുവന്ന് ഒരു സിസ്റ്റമാറ്റിക് ആക്കിയാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് സിസ്റ്റമാറ്റിക്കായി ഉപയോഗിക്കാൻ പറ്റുന്നതിന് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഗൂഗിൾ ഷീറ്റ്സ്. അതുകൊണ്ട് നമ്മളിവിടെ ഖുർആൻ്റെ ഒരു PDF നമ്മൾ എന്തൊക്കെ വേണ്ടത് വെച്ചാൽ അത് നമ്മൾ സെറ്റാക്കി വെച്ചാൽ അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഖുർആൻ്റെ ഒരു PDF, അതുപോലെ സൗദി ഖുർആൻ്റെ കുറച്ചൊക്കെ വ്യാഖ്യാനങ്ങളുള്ള ഒരു ഖുർആൻ്റെ ലിങ്ക്, അതുപോലെ പിന്നെ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അതിൽ നമ്മൾ തെറ്റുകളുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഖുർആൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഖുർആൻ്റെ ചെറിയ സുഹൃത്തുക്കൾ, നമ്മൾ ഡെയിലി ചെല്ലുന്ന സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളുടെയൊക്കെ പേരുകൾ നമ്മളിങ്ങനെ മൊത്തം എഴുതിച്ചു കൊടുക്കുക. അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മൾ ഖുർആൻ ഒരു PDF എടുത്തിട്ട് അത് ഗൂഗിൾ ഡ്രൈവിൽ വെച്ചിട്ട് അതിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതൊക്കെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഉണ്ട്, അല്ലാതെ മറ്റു സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആയിട്ടാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ A കോളത്തിൽ നമ്മൾ ഓരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. B കോളത്തിൽ നമ്മൾ ഏതാ വിഷയം എന്ന് വെച്ചാൽ അത് പറയുന്നുണ്ട്. C കോളത്തിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരു പേജ് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ വേറൊരു പേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അയക്ക് ആക്കുന്നത്. ഇതിൽ വരുന്നതിൽ നമ്മൾ ഖുർആൻ ഓതൽ അറിയുമ്പോൾ അതിൽ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മൾ ഓതുമ്പോൾ PDF അങ്ങനെ നമുക്ക് നോക്കി ചെല്ലാനുള്ളതാണ്. അതുപോലെ ഖുർആൻ്റെ ആശയങ്ങൾ പഠനം എന്നത് വേറൊന്നുണ്ട്. അത് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ലിങ്കുകൾ, ഓരോ സുഹൃത്തുക്കളുടെ ആശയങ്ങൾ, ഓരോ പണ്ഡിതന്മാർ പറയുന്ന അവരുടെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ലിങ്കുകളാണ് ഖുർആൻ ആശയ പഠനം എന്നതിൽ ഉള്ളത്. അതുപോലെ ഖുർആൻ പാരായണം എന്നത് വേറൊന്നുണ്ട്. അത് ഖുർആൻ പാരായണം എന്നതിൽ നമ്മളധികം കൊടുത്തിട്ടുള്ളത് ഖുർആൻ ഓതുമ്പോഴുള്ള തെറ്റുകൾ, അതുപോലെ ഓരോ സുഹൃത്തുക്കൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക്, എല്ലാറ്റിലും ധാരാളം ആളുകൾ, പല പണ്ഡിതന്മാരും ഖുർആൻ്റെ നിയമങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും, തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. എന്നാൽ അത് നമ്മളപ്പോൾ ആ വീഡിയോ കാണുന്നു, അത് ഒഴിവാക്കുന്നു, അത് മറന്നു പോകുന്നു എന്നല്ലാതെ അത് സിസ്റ്റമാറ്റിക്കായി വെക്കാത്തത് കൊണ്ട് നമ്മളിൽ നിന്ന് അത് പലപ്പോഴും പിന്നീട് അത് എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പലതും പിന്നീട് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. വീഡിയോ എന്നത് ഒരു വൈറലാവുമ്പോൾ ആരും കാണും, പിന്നെ കഴിഞ്ഞു. പക്ഷെ അതല്ലല്ലോ, ഏത് കാര്യം പഠിക്കാനുള്ളതാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായി വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നേരെ കോപ്പി ചെയ്ത് കണ്ട് വാട്സപ്പിൽ കിട്ടാൻ, അത് നമ്മൾ ഏതായിട്ടാണെങ്കിൽ നമുക്ക് കോളത്തിൽ കാറ്റഗറിയാണ് തിരിച്ചത് എന്ന് പറഞ്ഞല്ലോ. ഈ കാറ്റഗറിയിൽ നിന്ന് ഏത് കാറ്റഗറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ കാറ്റഗറി മാത്രം സെലക്ട് ചെയ്ത് കണ്ട് കോപ്പി ചെയ്ത് കണ്ട് വാട്സപ്പിലേക്ക് ഇടാം. ഇതിൻ്റെ ബാക്കി കാര്യം ഞാൻ പറയാം. നമ്മളിത് ഒരു പേജിൽ ഇത് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഈ വീഡിയോകളുടെ ലിങ്കുകൾ, അല്ലെങ്കിൽ ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ മറ്റു എല്ലാത്തിൻ്റെയും ലിങ്കുകൾ C കോളത്തിൽ നമ്മൾ എഴുതി സെറ്റ് ചെയ്തു. A കോളത്തിൽ നമ്മൾ കാറ്റഗറി കൊടുത്തു, B കോളത്തിൽ ഓരോന്നിൻ്റെയും പേര് കൊടുത്തു, C കോളത്തിൽ ലിങ്കുകളും കൊടുത്തു. അങ്ങനെയാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു പേജ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ വേറൊരു ബുക്ക് ആണ് എടുക്കുന്നത്. ആ ബുക്കിലേക്ക് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് തന്നെ വേറൊരു പേജ് എടുത്തുകൊണ്ട് അങ്ങനെയും ചെയ്യാം. വേറൊരു ബുക്കിലേക്ക് ആക്കുമ്പോൾ അവിടെ ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടി വരുന്നത് എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ വേറൊരു ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഖുർആൻ എന്നൊരു ഒറ്റ പുസ്തകം എടുത്തു. അതിൽ നിന്ന് ഒരു പേജ് ആക്കിയിട്ടുള്ളത് ഖുർആൻ ഓതൽ എന്നതാണ്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ഖുർആൻ ഓതലുമായി ബന്ധപ്പെട്ട PDFകൾ, മറ്റു അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഇവിടെയാണ് വരുന്നത്. ഇത് തന്നെ നമുക്ക് ഇനി മറ്റു നമ്മൾ അദ്കാറുകൾ ഇതൊക്കെ ഇതിൽ നമ്മൾ സെറ്റാക്കാം. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഡെയിലി ചെയ്യുന്ന ദിക്റുകളുടേത് വേറെ ഭാഗത്ത് അത് PDF ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ മൗലിദുകളും മറ്റു എല്ലാം ചെല്ലുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ അസ്മാഉൽ ഹുസ്ന തുടങ്ങിയ അസ്മാഉൻ നബിയെ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ, അസ്മാഉ ബദർ, ഇതൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ B കോളത്തിൽ പേരും കൊടുത്ത് C കോളത്തിൽ അതിൻ്റെ ലിങ്കും കൊടുത്താണ്. അതായത് നമ്മളിത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ ഡ്രൈവിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്താൽ അതൊക്കെ നമുക്ക് വേറെ ഒരു പേജിലേക്ക് അത് മാത്രമായിട്ട് ആ കാറ്റഗറി ഏതാണ് ഇനി നമ്മളതിനൊക്കെ ഓരോ കാറ്റഗറി ആക്കാം.
ഓരോ മാസത്തിൽ ചെല്ലുന്നതോ അല്ലെങ്കിൽ ആഴ്ചയിൽ ചെല്ലുന്ന ദലായില് ഖൈറാത്തോ ദിവസമില്ല അത് അങ്ങനെ ഏതൊക്കെ ചില കാറ്റഗറി കൊടുത്തുകൊണ്ട് അങ്ങനെ എടുക്കാം. അത് നമ്മൾ ഇതിൽ ഞാൻ വേറൊരു പേജിലേക്ക് വേറെ ഗൂഗിൾ ഷീറ്റിൻ്റെ വേറൊരു ബുക്കിലേക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഖുർആൻ ഓതൽ ലിങ്കുകൾ PDF ആക്കിയതിൻ്റെ ലിങ്കുകൾ കിട്ടും. പിന്നെ ഖുർആൻ പാരായണം എന്ന ഒന്നെടുത്താലും അതിലേക്ക് നമ്മൾ ഖുർആൻ്റെ ഓരോ നിയമങ്ങൾ, അതായത് തജ്വീദ് നിയമങ്ങൾ, ഓരോ പണ്ഡിതന്മാർ ഇപ്പോൾ നമ്മൾ തജ്വീദിൻ്റെ നിയമങ്ങൾ, നോമിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓതുമ്പോൾ വരുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന തെറ്റുകളും അവകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ടച്ച് ചെയ്താൽ ഇതൊക്കെ പല സോഷ്യൽ മീഡിയൻ്റെയും ലിങ്കുകളാണ്, അതിലേക്ക് നേരെ പോകും. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതൊക്കെ അങ്ങനെ സെറ്റായി വരും. നമ്മളതൊക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോളത്തിൽ നമ്മൾ കാറ്റഗറി തിരിച്ചു കൊണ്ടു. ഖുർആൻ ഓതൽ നിലയിൽ വരുമ്പോൾ ഈ ഇത് വന്നു, ഖുർആൻ പാരായണം എന്നില്ല വേറൊരു പേജ് വന്നു, ഖുർആൻ ആശയപഠനം എന്നുള്ളത് അത് വേറൊരു പേജ് വന്നു. ഇനി ഇതിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറെ പേജുകളാക്കി അങ്ങനെ വെവ്വേറെ പേജുകളിലായി നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നമ്മൾ അങ്ങനെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേജുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പലപ്പോഴും പലതും കിട്ടുന്ന ആദ്യത്തെ കണ്ട പേജിൽ നമുക്ക് എത്തുന്നുള്ളൂ എങ്കിലും അതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ഓരോരോ കാറ്റഗറിയായി തിരിഞ്ഞു വരും. ഇങ്ങനെയുള്ള ഒരു വലിയ സംവിധാനം നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതുമാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.